ഭരതൻ്റെ വനയാത്രയിലെ ചിത്തെ നിരൂപിച്ച് ഉറച്ചു നടന്നിരുന്നാൽ വരെയായിരുന്നു നേരത്തെ വായിച്ചിരുന്ന വായന. ബാക്കി ഭാഗവും ഭരതരാഘവ സംവാദം അത്രിയാശ്രമ പ്രവേശവും. ഓം ഗം ഗണപതേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്നസമേത ശ്രീരാമചന്ദ്രസ്വാമീ നമ. എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്ത ഗുഹൻ സത്വരം ചൊല്ലിനൻ. കണ്ടാലുമെങ്കിൽ കുശാശ്രിത ശ്രീതയാം കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയന സ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗഗതം ചൊല്ലിനാൻ. ഹാസുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണതൽപസ്ഥലീം. കോമള സ്നിഗ്ധത വേലാംബരസ്ത്രിതി രാമേണ സേതേ മഹാസുഖം സ്വാഗതം. സേതേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ. ഹേതേന സീതാമതീയഗ്രജന്മനം മദോഷകാരണാലെന്നതു ചിന്തിച്ചു ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചോരു കാരണം. ദുഷ്കൃതിയായ ദീപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മല മാനസൻ ഭാഗ്യവാൻ എത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം മനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ ആരുടെ ഭക്തി പൂണ്ടേഷ ഞാനും സദാ. നിത്യവും സേവിച്ചു കൊൾവനെന്നാൾ വരും മധ്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെ വീരെ വസതി കൗസല്യാതനയൻ. അവിടേക്കു വൈകാതെ ചെന്നു ഞാൻ ഇങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. മംഗളദേവത വല്ലഭൻ തങ്കലിൽ ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്കാം മഹാമതേം. ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികേടെ വസിക്കുന്നിതു സീതയ തന്നെ സോദരനോടും യഥാസുഖം. ഇതങ്കുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഹേം. തർത്തുമമർത്യാതടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനീം. ശ്രുത ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ. ഭൃത്യജനത്തോടു കൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം. അഞ്ജസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഉറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ തന്മുതാം. ശത്രുഘ്നനോടു ഭരതനെയും മുനി സത്തമേനായ വസിഷ്ഠനെയും ദദാം. രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമേയ സുമിത്രാദേവി തന്നെയും പൃഥ്വീശഭഗ്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭിത്യാ കടത്തിടിനാനാദരാൽ. ഉമ്പർതടീനിയെ കുമ്പിട്ടനകുലം മുമ്പേ കടന്നിതു വമ്പടയിന്തതാം. ശിക്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോ വൃന്ദപൂർണം വിരോധം വിനാം. സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനും അനുജനുമായുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്ജ്വലന്തം മഹാതേജസതാപസം വിജ്വരാത്മാനമാസീനം വിധീസമം. ദൃഷ്ടാനാമ സാഷ്ടാംഗ സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം. ജ്ഞാത്വാ ദശരഥ നന്ദനം ബാലകം പ്രത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാച കുശല പ്രശ്നവും ചെയ്തു. ദൃഷ്ടത ജഡവൽക്കലധാരിണം ദുഷ്ടേ കലർന്നരുൾ ചെയ്താനിതെന്തെടോ. കഷ്ടമീ കോപ്പുപന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ. പൂജനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. എന്തൊരു കാരണം വൻപടയോടും അഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ. ശ്രുതഭരദ്വാജവാക്യം ഭരതനു മിഥം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനിയും. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേതപോനിതേ.
ഞാൻ ഏതുമീയൊന്നറിഞ്ഞില്ല. രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയ മമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതീനിപ്പാദപത്മം പ്രമാണന്തയാനിതേ. ശ്രീരാമചന്ദ്രനോ ഭൃത്യനായി തൽപാദ വാരിജയുഗ്മം ഭജിക്കെന്നിയേ മമം. മറ്റൊരു ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തിക്ക് വീണ് സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാ ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീടിനൻ. ചുംബിച്ചു മൂർധനെ സന്തോഷിച്ചരുളിനൻ. കിംബഹൂന വത്സവൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു മനസ്സേ ശോകമുണ്ടാകൊല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കിൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവെന്നിന്നി ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലെ വേണന്റെ ഗോനാഥനെ ചെന്നു കോപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണങ്ങിനിക്കതീനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ വിദ്രുതം. ഹോമഗേഹസ്ഥന ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനീതമാരായി ലതകളും ഭാവന വൈഭവമെത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാതിപേയങ്ങൾ ഭോജ്യങ്ങളും ഭക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും. കർമ്മണശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പച്ച സൈന്യം ഭരതൻ സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേം സുപ്തരായ രാമരാവതി സന്നിഭേം. ഉത്ഥാനവും ചെയ്തു നിയമങ്ങൾ കൃത്വ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടും ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശനാകാംക്ഷയ മന്ദം ആരാഞ്ഞു നാനാ തപോധന മണ്ഡലേ. കാണാഞ്ഞൊരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. കുത്ര വാഴുന്നു രഘുത്തമീനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാം. ഉത്തമേനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരീതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമീം. ഉത്തമ പുരുഷൻ വാഴും നിരെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന് നേരത്തു കാണാൻ വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദല പൂർണ്ണവല്ലിതരോഷഷ്പരമണീയ കാനന മണ്ഡലേ. ആമ്രകദളി ബകുലപനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ. കേരഭൂകങ്ങളിലും ഗോവിതാരങ്ങളും മേരണ്ട ചമ്പകാശോകദാലങ്ങളും. മാലതി ജാതി പ്രമുഖ ലതാവലിശാലികളായ തമാലസാലങ്ങളും. ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാതി നാനാമൃഗവ്രാതലീലയും. ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം. പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതേനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു.
സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായതി ശോഭനം പാവനം അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലം ആനന്ദമഗ്നനായും വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും ദദാം രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതലമാരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മോരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലും നിരറ്റവും വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായ ആനന്ദ ബാഷ്പകുലാക്ഷനായും മന്ദമന്ദം പരമാശ്രമ സന്നിധോ ചെന്നു നിന്നോറു നേരത്തു കാണായിതും സുന്ദരൻ രാമചന്ദ്രം പരമാനന്ദ മന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതം ഇന്ദിരാമന്ദിരൂരസ്ഥലം ഇന്ദ്രാവരജമിന്ദിവരലോചനം ദുർവാദള നിഭ ശ്യാമളം കോമളം പൂർവജന്നില നളിനദലേക്ഷണം രാമഞ്ജടാമകുടം ബൽക്കലാംബരം സോമബിംബാഭപ്രസന്ന വക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുസമാംഗിയ ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമവ്യാകുലം ഭക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയം അച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതിനും ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനൻ രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യങ്കകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ടംബരം കാരുണ്യപൂർണം ദശരഥ നന്ദനമാരണ്യവാസരസീകം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമൻ അവനെ ശത്രുഘ്നെയുമാമോദാലെടുത്തു നിവൃത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടും ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമിനി ചേർത്തു പുനരവീം വത്സങ്ങളുമണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ ഭരതാംഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനും അതിഭക്തി കലർന്ന് സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ ഉഗ്രതൃഷാർത്തന്മാരായ പശുകുലങ്ങഗ്രി ജലാശയം കണ്ട പോലെ ദദാം വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ മാർത്തികൈ കൊണ്ടു കൗസല്യയും പുത്രനും ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടൻ ഊടമോദം മുലയെഞ്ചുരന്നു തഥാം അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം മണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ടഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമാറുടൻ നത്വരഘുത്തമേനാശു ചൊല്ലിടിനാനെത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലി നിജമാനസീം ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതിനോടു ചൊല്ലിടുവാൻ എന്ത് സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്ന വസിഷ്ഠനും ധീമതാ ശ്രേഷ്ഠതാദൂദന്തമാശു കേൾ
നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാനറിയുക നീ, ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിടു ഭൂമിയിൽ. തൽക്ഷണമുച്ചിർ വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹതാതമാ പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹാഹാദോഹമനാദോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹം എനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും ഔവണ്ണമേരോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്താർ. പിണ്ടം മധു സഹിതേങ്കുതി സൽബല പിണ്യാക നിർമ്മിതാനം കൊണ്ടുവച്ചിതും. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അതു സാദരം നൽകു പിതൃക്കൾക്കുമെന്നല്ലോ. ഏത് സ്മൃതികൾ വിധിച്ചതെന്നോർത്തതിഖേദേന പിണ്ടദാനാനന്തരം ദദാം. സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാം. സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാനാദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചുത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗാം മാമകവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും. പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവി. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം. അത്ഭുത വിക്രമനാഥ പ്രസീദമേ. മാതാവു തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തങ്ങുര ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവേനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ. യദ്യോക്തം മയാ തത്തദൈവ ശ്രുതം. താതനെന്നീ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമീ താത നിയോഗം അനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കും നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകൻ തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും
കാമുകനായ താതൻ മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവം വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിതാ നാരീജിതേനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമീ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേം. എങ്കിൽ ഞാൻ വാഴ്വെൺവനെ നിന്തിരുവടി സങ്കടമെണ്ണിയേ രാജ്യവും വാഴുകാം. സോദരനിത്തം പറഞ്ഞതു കേട്ടതേ സാദരൻ രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജനാൻ താതൻ വിധിച്ചതോ മുന്നമേം. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ. കാനനത്തിന് അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പനിത്യവമാത്മനി നിശ്ചയിച്ചന്തികേം. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നൈനാന്ത സഞ്ജയാ ചൊന്നാം ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്ന് കൈകേയി സുതനോടു ചൊല്ലിനാൻ. മൂഢനായിടൊല കേൾക്ക നീയെങ്കിലും ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജാം. രാമനാകുന്നതു നാരായണൻ വരൻ താമരസോത്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതും. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതം എന്നറിയുക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കിലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണ പുരുഷാനുജ്ഞയാ സത്വരം നിരാജധാനിക്കു പോകാമടിയാതെ. മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന അയോധ്യാപുരി ബുക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയും ഈരേഴു സംവത്സരാവധോ. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാരഹുത്തമ സന്നിധൗ സാദരം ഗിത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജായതേ. പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ. യാവത്തവാഗമനം ദേവദേവമീം താവദേവാനാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മിതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനം തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകാം ഉത്തമാങ്കി ചേർത്തു രാമ നരേന്ദ്രനെയും.
ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്നബ്ദപൂർണി പ്രഥമദിനി ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസ്സി ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരം ഇല്ല, അതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യം ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളിലും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗളവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ, പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതും. കൈകേയിതാനും സുതാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി ബുക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപീന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പൂക്കിതു വന്നിതാനന്ദൻ ജഗദ്ദാസികൾക്കെല്ലാം. പാതുകാം വച്ചു സിംഹാസനേം രാഘവ പാദങ്ങളിന്ന് സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന് സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ. ജാനകിയോടും അനുജനോടും മുതാം മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമോദംഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രി സുതേയും അത്യുത്തമേനായ സൗമിത്രിയുമായി തഥാം. തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേം. അത്രി തന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യധന്യോസ്മി മഹാമുനിം ശ്രീമൽപദന്തവാ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷദേനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിതർക്യപാദ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം. ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലിടുമെന്നുടെ ഭക്തിയുണ്ടത്രകിൽ. എത്രയും വൃദ്ധ തപസ്സിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധനാം. പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതും ചെന്നു കണ്ടാലും ജനക നൃപാത്മജേം. എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകീം ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ. വത്സേവരികരികെ ജനകാത്മജേം സത്സംഗമൻ ജന്മസാഫല്യമോർക്ക നീം. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിഭഗ്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു
വിശ്വവിമോഹനമായതു കൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥങ്ങനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടു കൂടെ നീ പോന്നതുമുത്തമം. കാന്തി നിനക്കു കുറയായൊരിക്കലും ശാന്തനാകുന്തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകമ്പുക്ക് നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൽ വാർത്തുരഗ്രഹിമിക്കുന്ന ഏച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാം തുഷ്ടി കലർന്നു തപോധനേനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണേനായതെന്നറിഞ്ഞീനകം. നിന്മഹാമായ ജഗത്രയാവാസിനം സമ്മോഹകാരിണിയായതോ നിർണയം. ഇത്തരം അത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനും. ദേവൻ ഉമാദേവിയോടരുളി ചെയ്തി ദേവമിന്നാൾ കിളിപ്പൈതലക്കാലമേ ഇത്യധ്യാത്മരാമായണീം ഉമാമഹേശ്വര സംവാദീം അയോധ്യാകാന്ഡം സമാപ്തം.